ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് കാണാൻ പറ്റുന്ന തമാശ പടങ്ങളാണ്. ഒരുപാട് തലവൊക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് തിയേറ്ററിൽ പോയി സന്തോഷിച്ച് ആസ്വദിച്ച് കാണാവുന്ന ഒരു കോമഡി പടമാണ്. പിന്നെ നസ്ലിനുണ്ട്, അറിയാലോ, പെൺകുട്ടികളുടെയൊക്കെ ഹരമായ അല്ല, ഒരു നല്ലൊരു തമാശ പടമാണ്. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പാട്ടുകളുണ്ട്. വിഷ്ണു വിജയാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. പിന്നെ ഭാവന സ്റ്റുഡിയോസിൻ്റെ പ്രൊഡക്ഷനാണ്. അതാണ് അവരൊരു ഫിലിം ബാക്കപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. അടിപൊളി. Now let's hear it from Naslin. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ട്രെയിലർ കണ്ടിട്ട് എന്താ തോന്നിയത്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായോ? ഒന്ന് ഉറക്കെ പറയാം എല്ലാവരും. ഒന്ന് ട്രെയിലർ ഇഷ്ടമായെങ്കിൽ അതിനു മുമ്പ് ഒരു സോങ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കണ്ടന്റുകളെല്ലാം നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മറ്റൊരാളുടെ അഭിപ്രായത്തിന് മുമ്പേ തന്നെ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വരുന്ന ഫെബ്രുവരി 9-ന് സിനിമ തിയേറ്ററുകളിലെത്തുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് റിലാക്സ് ചെയ്ത് ചിരിച്ച് നല്ലപോലെ ആസ്വദിച്ച് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമ, വലിയ കൊച്ചു സിനിമയാണ് പ്രേമലു. അപ്പം എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇവിടെ വരാൻ സാധിച്ചതിലും ഇവിടെ ഇങ്ങനൊരു വേദി ഒരുക്കി തന്നതിലും ലുലു ഗ്രൂപ്പിനും ലുലു സെലിബ്രേറ്റിനും വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. ഒരു പ്രശ്നം ചോദിക്കാൻ കേട്ടോ, നസ്ലിനും ഗിരീഷനും കോംബോ ഭയങ്കര അടിപൊളിയാണെന്നാണ് ഞാൻ ആ യൂട്യൂബ് കമന്റിൽ ഫുള്ള് കണ്ടത്. സോ വാട്ട് യു വാണ്ട് ടു സേ? ഇത് മൂന്നാമത്തെ പടമല്ലേ? ഇത് അഞ്ചാമത്തെ പടം. 4 ഓക്കെ. എങ്ങനെയാണ് ആ ഒരു കോംബോ വർക്കൗട്ട് ആണെന്ന് അറിയാൻ ഞങ്ങൾക്ക് നല്ല താല്പര്യമുണ്ട്. അല്ല, എന്നെ വിളിക്കുന്ന ഗിരീഷേട്ടനാണ്. അപ്പോൾ ഗിരീഷേട്ടനായിരിക്കും അതിന് മറുപടി പറയാൻ കുറച്ചുകൂടി. ഓക്കെ. അപ്പം എന്താ പിന്നെ ഗിരീഷേട്ടൻ തന്നെ ചോദിക്കാം. ഗിരീഷേട്ടാ, അത് നമുക്ക് സിനിമയെ പറ്റി പറയാം. ഞാൻ ഇവരൊക്കെ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കോമാണ്, നല്ല രസമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ എല്ലാം വിശ്വാസം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാ ഫാമിലിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പടമായിരിക്കും. നല്ല മ്യൂസിക്കാണ്. എല്ലാവരും പോയി കാണണം. Thank you so much. Yes. Now let's hear it from Shabir Khan. നമ്മുടെ ചൂരൽ എന്ന ആ ഒരു ചാനലിൽ കൂടെ എല്ലാവർക്കും ഷബീർക്ക് അറിയായിരിക്കും അല്ലേ? യെസ് ഓർ നോ? യെസ് ആണെങ്കിൽ നല്ല കഴിവുണ്ട് ആൾക്ക്. ഞാനും ഇതിൽ ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. ബാക്കി ഇവരൊക്കെ പറഞ്ഞത് തന്നെ പറയാം. നല്ല പടമാണ്, എല്ലാവരും കാണാം. ഓക്കെ, ലെറ്റ്സ് ഹിയർ ഇറ്റ് ഫ്രം സംഗീത് എഡിറ്ററും കൂടിയാണല്ലേ? യെസ്. നിങ്ങൾ രണ്ടുമല്ലേ ഏറ്റവും കൂടുതൽ കോംബോ ഈ മൂവിയിൽ വരുന്നത്? നസ്ലിനും കൂടിയാണ്. അപ്പോൾ ഹൗ വാസ് ദാറ്റ്? ആ ഒരു ഷോർട്സ് ഒക്കെ എടുക്കുമ്പോൾ ഒരു ഫീലൊക്കെ എന്തായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു ഒരു ഓവറോൾ എക്സ്പീരിയൻസ്? എഡിറ്ററാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആക്ച്വലി നസ്ലിൻ്റെ കൂടെ ഗിരീഷേൻ്റെ കൂടെയൊക്കെ തണ്ണീർത്തം തുടങ്ങി ഉണ്ടായിരുന്നു. തണ്ണീർത്തത്തിൽ സ്പോട്ട് ഇട്ടിട്ടായിരുന്നു. പിന്നെ ഇതിലേക്ക് വിളിച്ച ഗിരീഷേട്ടനാണ്. ഇവരൊന്നും പറയാത്ത എന്തെങ്കിലും ഇൻഫോർമേഷൻ പറയാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയാണ്. ഹൈദരാബാദിൻ്റെ പശ്ചാത്തലത്തിലാണ് ചിത്രം ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊരു വിഷ്വലി ഭയങ്കര ഫ്രഷായി. ട്രെയിലർ കണ്ടിട്ടും കൂടുതലും എല്ലാവരും വിഷ്വൽസിനെ നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫൺ ഉറപ്പായിട്ടും ഉണ്ടാവും. ഹൈദരാബാദ് ആണല്ലേ? അതുകൊണ്ടാണല്ലേ പ്രേമലു? അതെ. ഓക്കെ. ഹൈദരാബാദ് സ്റ്റോറി പറഞ്ഞപ്പോഴാണ് മമിത ഭയങ്കര കരച്ചിലായിരുന്നു എന്നുള്ളത് ഞാൻ കേട്ടത്. ഗിരീഷേട്ടനെ വിളിച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. ഗിരീഷേട്ടാണോ ശ്യാംചേട്ടനാണോ വിളിച്ചത്? ഭയങ്കരമായിട്ട് ഞാൻ മിസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാരാ പറഞ്ഞത്? ഇത് എവിടുന്ന വന്ന ഇൻഫർമേഷൻ ആണ്? അത്രയ്ക്ക് മിസ് ചെയ്തോ നമ്മുടെ ക്രൂവിൻ്റെ? എനിക്ക് കിട്ടിയതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് സെറ്റായിരുന്നു പ്രേമലുവിൻ്റേത്. അപ്പം ഞങ്ങളെല്ലാവരും നിൽക്കുന്ന എല്ലാവരും ഒരു ഫാമിലിയെ പോലെയായിരുന്നു അവിടെ. കാരണം ഒന്നാമത് അന്യനാടാണ്, അവിടെ ഞങ്ങൾ മാത്രമേ മലയാളികളായിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും മിണ്ടാനും പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടിങ്ങോട്ടേക്കുമാണ്. അപ്പം ഭയങ്കര ഫാമിലി ബോണ്ടായിരുന്നു ഞങ്ങൾക്കിടയിൽ. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ 1.5 മാസത്തോളം അവിടെ വന്നിട്ട് പെട്ടെന്ന് മാറിയപ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഗിരീഷ് എന്നെ വിളിച്ചിട്ട് കരഞ്ഞോ?
വിഷമം പറഞ്ഞു അല്ലേ? Yes, വിഷമം പറഞ്ഞു. വിഷമമുണ്ടായി പിന്നെ, പക്ഷെ എന്നാലും ആ തോട്ട് ഇപ്പോഴും സ്റ്റിൽ കീപ്പ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് സന്തോഷം. അടിപൊളി. താങ്ക് യു. അഖില, എന്തൊക്കെയുണ്ട് വിശേഷം? How are you? All good. എന്താണ് നമ്മുടെ മൂവിനെ പറ്റി പറയാനുള്ളത്? എല്ലാവരും പറഞ്ഞത് തന്നെയാണ്, ഒരു ഫൺ റൈഡ് ആയിരിക്കും, ഒരു റൊമാൻറ്റിക് പടമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. പിന്നെ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്തത് ഗിരീഷേട്ടനായിരുന്നു. അതുപോലെ പൂവായാലും ഇതിപ്പോൾ മൂന്നാമതും ഗിരീഷേട്ടനോട് തന്നെ ആയാലും വളരെ സന്തോഷമുണ്ട്. അതിലുപരി ഭാവന സ്റ്റുഡിയോസ് ആയാലും ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ മമിത പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും സെയിം അപ്പാർട്ട്മെൻറ്റിലായിരുന്നു താമസിച്ചതൊക്കെ. അത് ഞങ്ങൾ മൂന്നുപേരും ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്, മൂന്നുപേരും ഒരു അപ്പാർട്ട്മെൻറ്റിൽ. അപ്പോൾ എപ്പോഴും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ കളി ചിരി തമാശയൊക്കെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഞങ്ങളെല്ലാവരും ഗെറ്റ് ടുഗെദറൊക്കെ നടത്താറുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും പടം തിയേറ്ററിൽ പോയി തന്നെ കാണും. Yes, thank you. And yes, മീനാക്ഷി. എല്ലാവർക്കും നമസ്കാരം. ഈ പറഞ്ഞതുപോലെ സിനിമ ഒരു റോം കോം ആണ്. ഇവിടെ എല്ലാവരും പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഗിരീഷ് ഷെട്ടി എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വളരെയേറെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ്. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും അതുണ്ട്. പിന്നെ ഭാവന സ്റ്റുഡിയോസ്, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും കാണാൻ അല്ലെങ്കിൽ ആ സിനിമയിൽ എന്തെങ്കിലും ഒരു കാമ്പില്ല, ഇപ്പോൾ ഭാവന സ്റ്റുഡിയോസ് പോലെ വലിയൊരു പ്രൊഡക്ഷൻ അതിനെ ഏറ്റെടുത്ത് ചെയ്യില്ല എന്നുള്ളതും നമുക്ക് ഉറപ്പാണ്. അത് തന്നെയാണ് ആസ് ആക്ടേഴ്സ് അല്ലെങ്കിൽ ആസ് ആർട്ടിസ്റ്റ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരുടെയും വിശ്വാസം അല്ലെങ്കിൽ ഒരു ഉറപ്പ് എന്ന് പറയുന്നത്. ഇത്രയും വലിയൊരു ടീമിൻ്റെ കൂടെ ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ഇതിൽ ചെറിയൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എന്നാൽ കൂടിയും ചെറിയ ക്യാരക്ടറാണെങ്കിലും വളരെ രസമുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത ക്യാരക്ടറാണ്. ഒരുപാട് പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ച ഒരു ക്യാരക്ടർ കൂടിയായിരുന്നു. എന്തായാലും ഈ സിനിമയിലേക്ക് വിളിച്ചതിൽ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ഗിരീഷനും ഒരുപാട് നന്ദി. പിന്നെ ഈ പറഞ്ഞതുപോലെ സിനിമ ഒരു എൻ്റർടൈനറാണ്. തീർച്ചയായും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയാണ്. തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. That's it. Thank you. Thank you so much. ശ്യാമല, എന്താണ് നമ്മൾ ഓഡിയൻസിനോട് പറയുന്നത്? ഒത്തിരിയധികം മലയാള ചിത്രങ്ങൾ, മനോഹരമായ മലയാള ചിത്രങ്ങൾ ഞങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ച ആളാണ്. സോബടി പറഞ്ഞത് അടിപൊളി സിനിമയാണ്. ഗിരീഷ് ഷെട്ടി നമ്മൾ തണ്ണീർമത്തം നിലങ്ങളിലൂടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡയറക്ടറാണ്. തണ്ണീർമത്തം സൂപ്പർ സ്റ്റാറിനെ എനിക്ക് വലിയ ഇഷ്ടമുള്ള പടങ്ങളാണ്. തണ്ണീർമത്തം വലിയ ഒരുപാട് ചിരിച്ചത്. അപ്പോഴേക്കും ഗിരീഷ് ഷെട്ടിയുമായിട്ട് വർക്ക് ചെയ്യാൻ നമ്മൾ പ്രൊഡക്ഷൻ തീരുമാനിക്കുകയും പുള്ളിയോട് സംസാരിക്കുകയും ചെയ്തു. പിന്നെ സൂപ്പർ സ്റ്റാറിൽ ഒരു പാട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ വിളിച്ചു. കാരണം ഭയങ്കര രസമായിട്ട് കോമഡി ചെയ്യുന്ന ഒരാളാണ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ പ്രധാനമായിട്ടും പുള്ളിയെ വിളിക്കാൻ പടം ചെയ്യിക്കാനുള്ള കാരണം പുള്ളിയുടെ കോമഡി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഗിരീഷ് ഭയങ്കര വീടായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഭയങ്കര ഓഫായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഭയങ്കര ഗംഭീര കോമഡി കണ്ടെത്തുന്നതാണ്. പടത്തിൽ കോമഡിയുണ്ട്. അത് തന്നെയാണ് നമ്മളിതിലേക്ക് ആവശ്യപ്പെടുന്നത്. ഗിരീഷ് എന്നുള്ള പേര് നസ്ലിൻ മമത ഭയങ്കര പുതിയ തലമുറയിലേക്ക് ഗംഭീരമായിട്ട് വളർന്നു വരുന്ന ആക്ടേഴ്സാണ്. അവരുമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചത് ഭയങ്കര പ്രൗഡാണ്. ഗിരീഷ് പൊതുവെ ഭയങ്കര രസമുള്ളൊരു മെമ്പേഴ്സ്, ഭയങ്കര സുഹൃത്തുക്കളെ പോലെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷൻ രീതിയിൽ ഭയങ്കര എളുപ്പമായിരുന്നു. അപ്പോൾ എല്ലാവരെയും കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചത് ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു. അപ്പോൾ അത് ഭയങ്കര നല്ല കാര്യമാണ്. പിന്നെ ലുലു നമ്മുടെ പടം ഫെബ്രുവരി 9 റിലീസാവുകയാണ്. ഭയങ്കര ഷോർട്ട് നോട്ടീസാണ്. എന്നാലും പടത്തിന് ഗംഭീരമായ മ്യൂസിക്കുള്ള കോമഡിയുണ്ട്. എല്ലാവരും കാണണം. ഉറപ്പാണ് ഒരു ഇൻട്രസ്റ്റിംഗ് പടമായിരിക്കുന്ന കാര്യം. അത് ഉറപ്പ് വരുന്നു. ലുലുവിന് വെഡിങ് ഉത്സവം 2004 ലുലു സെലിബ്രേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ പ്രത്യേക നന്ദി. ഷെർവാണിയെ കണ്ടപ്പോൾ ഒന്നോടെ കല്യാണം കഴിഞ്ഞാൽ തോന്നി അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അപ്പോൾ അതിന് പ്രത്യേക നന്ദി. പ്രേമലു വരുവാണ് വെള്ളിയാഴ്ച. നല്ല പാട്ടുകളുണ്ട് വിഷ്ണു വിജയുടെ. അതും 11 റിലീസാവുന്നുണ്ട്. ഒരു പാട്ട് മിനി മഹാറാണി എന്ന് പറയുന്ന ഒരു പാട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇവിടെ പ്ലേ ചെയ്യുന്നതാണ്. പിന്നീട് യൂട്യൂബിൽ വരും. ഇതുവരെ യൂട്യൂബിൽ വന്നിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് മിനി മഹാറാണിൻ്റെ പാട്ട് കേട്ടിലൂടെ നമുക്ക് തിരിയാം. ബാക്കി വെള്ളിയാഴ്ച നിങ്ങൾ തിയേറ്ററിൽ കാണുക. അഭിപ്രായങ്ങൾ പറയുക. അങ്ങോട്ടും നെഗറ്റീവായാലും പോസിറ്റീവായാലും നമുക്ക് പേടിയൊന്നുമില്ല. പടം സർവേ ചെയ്യുന്ന ഉറപ്പാണ്. അപ്പോൾ ശരി. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.